ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വാഗമണ്ണിൽ നിന്നാണ്. എനിക്കൊരു കുറച്ച് കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളൊരു കൊളുന്ത് ബിസിനസ്സിനായിട്ട്, കൊളുന്ത് ഓട്ടത്തിനായിട്ടൊരു അശോക് ലൈലാൻഡ് ബോസ് 14-13 വണ്ടി കട്ടപ്പന TVSൽ എക്സിക്യൂട്ടീവ് ജോബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ബുക്ക് ചെയ്തു. ഡിസംബർ മാസം ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഫിനാൻസിന് കൊടുത്തു. ഫിനാൻസ് ഉടൻ ഒരു 5 ദിവസം കഴിഞ്ഞുകൊണ്ട് ഫിനാൻസായി. അപ്പം ഫിനാൻസ് ആയതുകൊണ്ട് തന്നെ വണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പം 2018 വണ്ടി വേണ്ട, ഞങ്ങൾ 19 വണ്ടി മതി എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു 19 വണ്ടിക്ക് വില കൂടുകയാണ്, അതുകൊണ്ട് 18 വണ്ടി തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. ഒരു കൊളുന്തോട്ടത്തിന് വേണ്ടി ടാക്സി പർപ്പസ് അല്ല, അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ചില്ല. അത് കഴിഞ്ഞ് ഫിനാൻസ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വണ്ടി കിട്ടിയില്ല. ഞങ്ങൾക്ക് 1-ാം തീയതി തൊട്ട് വണ്ടി ഓടിയാൽ 41,000 സംതിങ് ഫിനാൻസ് ഉണ്ട്, അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം വണ്ടി ഞങ്ങൾക്ക് തന്നില്ല. ഫിനാൻസ് ആയത് ഡിസംബർ 24-ാം തീയതി തന്നെ ഫിനാൻസ് ആയത്. പക്ഷേ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് TP റെഡിയായില്ല എന്നാണ് പറയുന്നത്. വണ്ടി ഓൾറെഡി വന്ന് കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബഹളമൊക്കെ വെച്ചു. ലാസ്റ്റ് ഞങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് 2019 ജനുവരി 10-ാം തീയതി വണ്ടി ഡെലിവറി തരാം, പക്ഷെ 6 മണി കഴിഞ്ഞ് വരാവുള്ളെന്ന്. ഞങ്ങളോട് കോട്ടയത്താണ് ഡെലിവറി, അവിടെ വരണമെന്ന് പറഞ്ഞു. 6 മണി കഴിഞ്ഞാൽ വരാളൂ, അപ്പോഴത്തേക്ക് TP ആവുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു. പപ്പ വന്നില്ല, ഞാനും ഡ്രൈവറും കൂടെ കോട്ടയം TVSലോട്ട് ഞങ്ങൾ പോയി. ഒരു 6-6:45 വണ്ടി എടുത്തപ്പോൾ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വണ്ടി മറിച്ചിട്ട് ഇവർ പണിതുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ക്യാബിൻ മറിച്ചിട്ട് വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ഇപ്പോൾ പണിയുന്നത്? TP ആയില്ലെന്നല്ലേ പറഞ്ഞു, വണ്ടി എന്തിനാണ് പണിത്? അപ്പോൾ അവർ പറഞ്ഞു എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു. ബ്രേക്കിൻ്റെ ഒക്കെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്, അത് നോക്കുവാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളപ്പം മൈൻഡ് വെച്ചില്ല. അപ്പം വണ്ടി എടുക്കുന്ന ദിവസം ഒന്നും ചോദിക്കണ്ട, പപ്പ പറഞ്ഞു ഇടങ്ങേറൊന്നും ചെയ്യണ്ട, സന്തോഷത്തോടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വണ്ടി എടുത്തു. ഞങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വണ്ടിയിൽ പുത്തൻ വണ്ടിയുടെ യാതൊരു ഇതുമില്ല. ഇതേ കവറില്ല. ഈ മോളിൽ ഒട്ടിച്ചേക്കുന്ന കവറും പിന്നെല്ലാം തുരുമ്പിച്ചിരിക്കുകയാണ്. ഇതിലെ കവറെല്ലാം പറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലല്ലാണ്ട് വേറെ എല്ലാം തുരുമ്പെടുത്താണ് ഇരിക്കുന്നത്. സീറ്റ് ബെൽറ്റിൻ്റെ അകത്ത് മണ്ണ്, ഈ കബോർഡിൻ്റെ അകത്ത് മണ്ണ്, ഇതിൻ്റെ അകത്തെല്ലാം മണ്ണായിരുന്നു. അപ്പം അതേപോലെ ഈ ഗിയർ ബോക്സിൻ്റെ അകത്ത് ഇതെല്ലാം പഴകി തുരുമ്പാണ്. ഗിയർ ബോക്സിൻ്റെ അകത്ത് വരെ ചെളിയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇതെല്ലാം ഞാൻ ചോദ്യം ചെയ്തു. അതുകൊണ്ടുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ചെളി തന്നെയായിരുന്നു. ഇത് കണ്ടോണം, സീറ്റ് ബെൽറ്റ് ഫുള്ള് ചെളി കയറിയിരിക്കുകയാണ്. ഫുള്ള് ചെളി കയറി ഇരുന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ആയ ഒരു ഇതുണ്ട്. അതുപോലെ ഈ ഡോർ പാഡിലൊന്നും സ്ക്രൂ ഇല്ല. ആകെ പല സ്ക്രൂ ആണ് ഇരിക്കുന്നത്, പല ടൈപ്പിലുള്ള സ്ക്രൂ. എല്ലാത്തിനും ഒരേ സ്ക്രൂ വേണമായിരുന്നു, പക്ഷെ പല ടൈപ്പിലുള്ള സ്ക്രൂ ആണ് ഇരിക്കുന്നത്. അതിലെല്ലാം തുരുമ്പിച്ചിട്ട് ഒന്നിൽ പോലും ഒറ്റ സ്ക്രൂ പോലും. ആകെ ഒരു ഡോർ പാഡിൽ 3, ബാക്കിയെല്ലാം വെറും തുളയായിട്ട് കിടക്കുകയാണ്. ഞാനിത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് അങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്ക് നാളെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്യാം, എല്ലാം പെട്ടെന്നായതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചൊരു 7 കിലോമീറ്റർ കോട്ടയം കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റുമാനൂർ അടുക്കാനായപ്പോൾ ഡീസൽ അടിച്ചപ്പോഴത്തേക്കും ഈ ഡീസലിൻ്റെ ഇത് പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, 6,000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു, 82 ലിറ്റർ എന്തോ കയറി. ആ എക്സിക്യൂട്ടീവിനെ വിളിച്ചു ചോദിച്ചു ഇതെന്താ പ്രവർത്തിക്കാത്തതെന്ന്. ഉടനെ അയാൾ പറഞ്ഞു നാളെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ശരിയാക്കി തരാം, ഞങ്ങൾക്ക് വളകോട് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, വേറെ ഒന്നുമില്ല സാറേ, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ പിറ്റേ ദിവസം 10 മണിക്ക് അവരുടെ എക്സിക്യൂട്ടീവ് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. അപ്പം ഞങ്ങൾക്കിത് എഗ്രിമെൻറ്റ് വെച്ച് ഓടുന്ന വണ്ടിയാണ്. ഇത് ഓടിയില്ലെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഫിനാൻസ് അടയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ വണ്ടി ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയ സ്ഥലത്ത് എല്ലാവരും ചോദിച്ചു. ഞങ്ങൾ അവിടെ പോയപ്പം RTO എന്നോട് പറഞ്ഞു വണ്ടി ഇതെല്ലാം ബുക്ക് പറഞ്ഞു, ഓയിലെല്ലാം ലീക്കാണ്, ഇത് പുത്തൻ വണ്ടിയാണ്, ഞാൻ രജിസ്റ്റർ ചെയ്ത് തരികയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാ ഓയിലും, പവർ സ്റ്റിയറിംഗ് ഓയിൽ ലോക്ക്, അതിൻ്റെ എനിക്ക് ബാക്കി വണ്ടി ലോറിയെ പറ്റി ഒന്നും അറിയത്തില്ല ഫ്രണ്ട്സ്, അതുകൊണ്ട് അതെല്ലാം ലീക്കാൻ. ഇവനെ വിളിച്ചു പറഞ്ഞു അയ്യോ അങ്ങനെയാണോ, ഞങ്ങൾ ഇപ്പം തന്നെ വരാം, ഞങ്ങളുടെ മാനേജർ നിങ്ങളെ വന്ന് കാണും, സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പുത്തൻ വണ്ടിക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ മാനേജർ എന്തിനാണ് ഒന്ന് സംസാരിക്കുന്നത്, നിങ്ങളിത് ശരിയായി ഇതെന്നാ കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവൻ പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പോഴാണ് വന്ന് കണ്ടവരെല്ലാം പറഞ്ഞു ഇത് വെള്ളത്തിൽ കിടന്ന വണ്ടിയാണ്, ഇതിൻ്റെ അകമെല്ലാം മണ്ണ് കയറി കിടക്കുമായിരുന്നു, ഇതിൻ്റെ അകത്തെല്ലാം എല്ലാം ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് നമ്മുടെ തലയിൽ അടിച്ചു തന്നു.
ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കട്ടപ്പന സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കട്ടപ്പന സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുന്ന വഴിക്ക് 3 തവണ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓഫായി പോകും. അപ്പോൾ ഇവനെ വിളിച്ചോ പറഞ്ഞ് അവിടെ തന്നെ കൊണ്ട് കാണിക്കും. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ എന്തോ ചെക്ക് ചെയ്തു, എത്ര ലിറ്റർ അടിച്ചു, എത്ര കിലോമീറ്റർ ഓടിയെന്ന് ഇവർക്ക് ഒരു ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അതുപോലും കാണിക്കുന്നില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇതെന്തോ കംപ്ലൈൻ്റ് ആണ്, നിങ്ങൾ എക്സിക്യൂട്ടീവിനോട് പറയുക, അവരെന്തെങ്കിലും പറഞ്ഞാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളാകെ വിഷമത്തിൽ ഉള്ള പൈസ എല്ലാം പോയെന്ന് പറഞ്ഞ് അവളെ വീണ്ടും തിരിച്ചു വണ്ടി ഇവനെ വിളിച്ചപ്പം ഫോൺ എടുക്കില്ല. അത് കഴിഞ്ഞെടുത്തോ പറഞ്ഞു ഞങ്ങളുടെ മാനേജർ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, നാളെ ഉറപ്പായിട്ട് ഞങ്ങളൊരു തീരുമാനമാക്കി തരാം, നിങ്ങൾ സാറ് 2 ദിവസത്തേക്ക് ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി വീട്ടിൽ കൊണ്ടിട്ടു. നിങ്ങൾ കണ്ടോണം, ഞാൻ ക്യാബിൻ പൊക്കി വെച്ചേക്കാണ് വണ്ടി. ശ്രദ്ധിച്ചോണം, വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 11ാമത്തെ ദിവസം, 2ാമത്തെ ദിവസമാണ് ഇത് ഫുൾ ലീക്കായി പോയി. ഫുൾ ലീക്കായി ഞങ്ങളെ വിളിച്ച അമ്മാരും ഒന്ന് സെറ്റ് ചെയ്തിരുന്നു, വീണ്ടും ഇത് ലീക്കായി. ഇത് വീണ്ടും ലീക്കായി, ഇവിടെ എല്ലാം തുരുമ്പൊക്കെ ആയിരുന്നു. അതെല്ലാം അമ്മാർ ക്ലീൻ ചെയ്തു. എന്നിട്ട് വീണ്ടും ഇത് കണ്ടോ, ഇതുവരെ ഇതിൻ്റെ അകത്ത് തുരുമ്പാണ് ഫുള്ള്, അതുപോലെ മൊത്തം തുരുമ്പാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ അമ്മമാർ ഇങ്ങനെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നു. ഇത് കണ്ടോ, അവർ തന്ന സ്പെയറാണ്, ഈ വണ്ടിയുടെ പുത്തൻ വണ്ടിയുടെ സ്പെയറാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, പുത്തൻ വണ്ടിയുടെ സ്പെയറാണ്. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് മണ്ടത്തരം പറ്റിപ്പോയത്. ഓക്കെ, വിളിച്ച് എന്നിട്ട് ഇവർ എല്ലാ ആളെയും ഞങ്ങൾ ചൂടാകുന്നത്, അന്നാണ് ഞങ്ങൾ ഇവനെ വിളിച്ച് ചൂടാകുന്നത്. 3ാമത്തെ ദിവസം ടൗണിൽ വെച്ച് ചൂടായി ഇവൻ വണ്ടി കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ദിവസം, 5ാമത്തെ ദിവസം ചൂടായിട്ട് ഇവൻ പറഞ്ഞു, സാറേ ഞങ്ങൾ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവൻ പറഞ്ഞു ഞങ്ങൾ വണ്ടി മാറ്റിത്തരാം, വേറെ അല്ലാണ്ട് എന്ത് നിവർത്തിയില്ല, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഒറ്റ ദിവസത്തിനുള്ളിൽ വണ്ടി മാറ്റിത്തരാം, ഞങ്ങളുടെ മാനേജേഴ്സ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വോയിസ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ അവനോട് ചൂടായി. ഇപ്പം ഇത് വീഡിയോ ഫുള്ള് പറയാൻ പറ്റിയില്ല, കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇത് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഒത്തിരി പറയാനുണ്ട്. ഈ വണ്ടി വെള്ളം മുങ്ങിയതെന്ന് അവർ എഗ്രി ചെയ്തു. ഇപ്പം ലാസ്റ്റ് അവനെ പറഞ്ഞത് അത് വണ്ടി മാറ്റി തരാൻ പറ്റിയല്ല, വേണമെങ്കിൽ കംപ്ലൈൻ്റ് എല്ലാം ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് വണ്ടി ഓടാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 24ാം തീയതി ഇനി ഫിനാൻസ് അടയ്ക്കണം, 41,000 സംതിങ്. വണ്ടി ഓടിയിട്ടില്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ പൈസ പോയി. ഞങ്ങൾ പുത്തൻ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇത്രയും ലൈലാൻഡ് കമ്പനി ജോബിൻ എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടീവിലൂടെ ഞങ്ങൾ ചീറ്റ് ചെയ്തതിന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ തിങ്കളാഴ്ച നാളെ വണ്ടി കൊണ്ട് അവരുടെ യാർഡിലിടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തുമില്ല. ഇനി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു.